അസ്സലാമു സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഒരു ലഞ്ചിൻ്റെയും വൈകുന്നേരം ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതിൻ്റെയുമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്നത്തെ പോലെയും രാവിലെ ഇഡ്ഡലിയും പിന്നെ സാമ്പാറും ചട്നിയും നല്ലൊരു അടിപൊളി ചമ്മന്തിയുമാണ് കേട്ടോ. ഇതുകൂടി കൂട്ടി ചായ കുടിച്ച് കഴിഞ്ഞു. പിന്നെ അതാ ചെമ്മീനാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഈ ചെമ്മീൻ ക്ലീൻ ചെയ്ത് കായം പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് അച്ചാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, നാരങ്ങയും പിന്നെ ഈത്തപ്പഴം കൂടി. ഇന്ന് നല്ലൊരു ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. ഈ ചെമ്മീൻ ബിരിയാണി ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട്, അത് കാരണമാണ് ഞാൻ ഡീറ്റെയിൽസായി കാണിക്കാത്തത്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഉള്ളിയും തക്കാളിയും പച്ചമുളകും സവാളയും ഒക്കെ വഴറ്റിയെടുത്ത് അതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നെയ്ച്ചോറും വെച്ച് ഈ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ദമ്മിട്ടെടുക്കുന്നുണ്ട്. ബിരിയാണിയുടെ വീഡിയോ ഞാൻ ഇട്ടത് കാരണമാണ് കേട്ടോ. പിന്നെ വീണ്ടും വീണ്ടും ഇടുമ്പോൾ നിങ്ങൾക്കൊരു മടുപ്പാണല്ലോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിരിയാണി ഒരു സർവിങ് ഡിഷിലേക്ക് വിളമ്പാം. സൺഡേ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണമല്ലോ. പിന്നെ ഈ ചെറിയ ചെമ്മീനാണ് കേട്ടോ. ഇത് നാടൻ, നമുക്ക് ഇവിടെ തൃശ്ശൂർ വളർത്ത ചെമ്മീനാണ് കിട്ടുക. ഇത് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ അവിടുന്ന് മേടിച്ച് വണ്ടിയിൽ കൊണ്ടുവരുന്നതാണ്. ഞങ്ങളെപ്പോഴും പോകുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണി തന്നെ ആയിരുന്നു. ഇനി ഒരു സ്നാക്ക് ഉണ്ടാക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില മുറിച്ചെടുത്തത്, കുറച്ച് മല്ലിയിലയും ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 സ്പൂൺ ജീരകം ഒന്ന് കയ്യിൽ വെച്ചൊന്നതാക്കി തിരുമ്പിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി റവ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു കഷ്ണം ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി റവ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഓൾ എന്ന ബട്ടൺ ഒന്ന് അനേബിൾ ചെയ്യാനും കൂടി ആരും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. റവയുടെ കൂടെ ഇനി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നതിന് ശേഷം ഇതിൽ നിന്നും ഓരോ ഉരുളകളും എടുത്ത് നമുക്ക് വടയുടെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉരുട്ടിയെടുക്കുന്നത് പോലെ തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വടയാണ് കേട്ടോ. കാരണം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കാരണം നമ്മുടെ കയ്യിലെപ്പോഴും ഉള്ളതാണല്ലോ റവ, പിന്നെ സവാളയും പച്ചമുളകും അല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയും. നമുക്കിതിലേക്ക് ചട്നിയും കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ചട്നി ഇല്ലെങ്കിലും വെറുതെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെ ആയിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ചെമ്മീൻ ബിരിയാണിയും വൈകിട്ട് ഈ സ്നാക്കും. ഇന്ന് കുട്ടികൾക്ക് നല്ല ഹാപ്പി ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ വട ഉണ്ടാക്കി നോക്കുക. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. പിന്നെ അതാ ഞാനിതിൽ നിന്നൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വട തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.